എടോ, നിങ്ങൾ ഈ മത്തി വെച്ചേ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റമാണോ. ഈ ഒരൊറ്റ ഐറ്റം മതി ചോറായാലും കഞ്ഞിയായാലും കഴിക്കാൻ. എന്നാൽ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് മത്തി എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മാത്രം ഒരു ടീസ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് ഇത് കൈവച്ച് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു 4 അല്ലി കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 എണ്ണേ ചേർക്കുന്നുള്ളൂ. ചേർത്തത് നല്ലപോലെ ഒന്ന് ക്രഷ് ആക്കി അങ്ങോട്ട് എടുക്കാം. അത്യാവശ്യം ഒന്ന് അരഞ്ഞു വരണം, എന്നാൽ ഒരുപാട് അരഞ്ഞു പോകട്ടെ. അതുകൊണ്ട് ഈ പരുവം വരെ ഒന്നങ്ങ് റെഡിയാക്കി മാറ്റി വെക്കാം. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഈ മത്തിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മത്തി എല്ലാം അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാ മീൻ ഫ്രൈ ആക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് ഒന്ന് ആവുമ്പോഴേക്കും മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതാണ്ട് ഞാനിതെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അല്പം ചൂടൊന്ന് മാറിയാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴേക്കും ഇതൊക്കെ ഈ മാംസമൊക്കെ പിച്ചി മാറ്റിയിടാം കേട്ടോ. ആ മുള്ളൊക്കെ അങ്ങ് കളയണം. നിങ്ങൾക്കിത് മുള്ളോടെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. പക്ഷെ ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ മുള്ളൊക്കെ മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് മുള്ളൊന്ന് മാറ്റി ആ മാംസം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരച്ച് മാറ്റി വെച്ച ആ മിക്സും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ആ എണ്ണയായിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ തേങ്ങ നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ്. ഈ തേങ്ങാ മിക്സിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇപ്പൊ ചേർത്താൽ മതിയാവും. നമ്മൾ ഓൾറെഡി മത്തി പൊരിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പൊ ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ സംഭവത്തിന്. എനിക്കതെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇത്. ഞാൻ മിക്കവാറും ഒക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ഇത് ഇങ്ങനെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ മത്തിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ മത്തിയൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റിലാട്ടോ ഇത് കിട്ടുന്നത്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ മത്തി ചമ്മന്തി ഇവിടെ റെഡിയായി വരും കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫൈനലി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ മത്തി ചമ്മന്തി ഇവിടെ റെഡി ആവും കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ